മനുഷ്യനയാള്. അർച്ചന സച്ചിയുടെ ഉള്ളിൽ വെറും ഒരു ഭാര്യയല്ല, ആരാധിക്കാനുള്ളൊരു വിഗ്രഹമാണ്. എങ്ങനെയെങ്കിലും അർച്ചനയെ കണ്ടുപിടിക്കണം. ഞാൻ ചെയ്തോളാം മോളെ. വേണ്ടെന്നേ, കഴിഞ്ഞു. നീ ഇതുവരെ കിടന്നില്ലേ? രാവിലെ ആശുപത്രി പോകാനുള്ളതല്ലേ? ഞാൻ ഇനി ആശുപത്രി പോകുന്നില്ല. പിന്നെ രാജുവിന്റെ കാര്യങ്ങൾ ആരും നോക്കും? ഞാൻ ഗോകുലിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞാ മതി. എന്ത് കാര്യം? ഒരു ഹോം നഴ്സിനെ വെക്കുന്ന കാര്യം. ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ? അവന്റെ ഭാര്യയായിട്ട് നീ ഇവിടെ ഇല്ലേ? അതെ, ഭാര്യയാ. പക്ഷേ ഹോം നഴ്സിൻ വേലക്കാരിയൊന്നും അല്ല. എന്തൊക്കെ ശിശിരേച്ചി പറയുന്നേ? അവിടെ ആശുപത്രിയിൽ ഈ മരുന്നിന്റെ മണവും കുളിക്കാതെ നനയ്ക്കാതെ നിൽക്കുന്ന രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഒക്കെ നാറ്റവും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ഓരോരോ അവസ്ഥകളല്ലേ ചേച്ചി ഇതെല്ലാം. നമുക്ക് സ്വന്തമായിട്ടുള്ളവര് വീണു പോകുമ്പോ നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ നോക്കണ്ടേ? ഇതിപ്പോ എത്ര കാലം എന്ന് വെച്ചാ ഞാൻ നോക്കേണ്ടേ? എത്ര കാലമായാലും സ്വന്തം ഭർത്താവല്ലേ, നോക്കിയല്ലേ പറ്റൂ. ചേച്ചി സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ രാജീവിനെ? അയാൾക്കൊരു ആപത്ത് വന്നപ്പോ ഉള്ളിലെ പ്രേമവും സ്നേഹവും ഒക്കെ അങ്ങ് ആവിയായിട്ട് പോയോ? നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? ഈശ്വരനെ സാക്ഷിയാക്കി കഴുത്തി താലി അണിഞ്ഞ നിമിഷം മുതൽ രാജീവ് ചേച്ചിയുടെ ഭർത്താവാ. സ്വന്തം ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല ചേച്ചി. ഈ കിടന്ന കിടപ്പിന്ന് ആ മനുഷ്യന് എഴുന്നേൽക്കുമെന്ന് പോലും ഡോക്ടർമാര് പറയുന്നില്ല. ഇങ്ങനെ തീർന്നു പോകാനുള്ളതാണോ എന്റെ ജീവിതം? വൈകി നീ കളഞ്ഞിട്ട് പൊയ്ക്കോ. പക്ഷെ പിന്നെ ഈ വീടിന്റെ പടി ചവിട്ടരുത്. അമ്മ, ഒരു ഹോം നഴ്സിനെ വെച്ച എന്താ കുഴപ്പം? തൽക്കാലം ഹോം നഴ്സിനെ വെക്കാനൊന്നും ഞാൻ ഗൂഗിളിനോട് പറയാൻ പോകുന്നില്ല. രാജീവിനെ ചേച്ചി തന്നെ നോക്കണം, നോക്കിയേ പറ്റൂ. മര്യാദയ്ക്ക് നാളെ വെളുക്കുമ്പോ ഭക്ഷണം കൊണ്ട് ആശുപത്രി പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അവളുടെ ഒരു ഹോം നഴ്സ്. ശരി ശബരീഷ്, അത് ഞാൻ നോക്കിക്കോളാം. ആര്? ACP സാന്ദ്ര തോമസോ? ഞാൻ മാനേജ് ചെയ്തോളാം. ശരി, ഞാൻ വിളിക്കാം. അഡ്വക്കേറ്റ് ശബരീഷാ വിളിച്ചത്. എനിക്കെതിരെ പുതിയൊരു ക്രിമിനൽ കേസ് വന്നിരിക്കുന്നു. ക്രിമിനൽ കേസോ? ആരാ അതിന്റെ പിന്നിൽ? എന്താ പ്രശ്നം? പ്രശ്നം പഴയത് തന്നെ. സിവിൽ കേസിന്റെ കൂടെ ഒരു ക്രിമിനൽ കേസ് കൂടി. സച്ചിയും അഡ്വക്കേറ്റ് ആരതിയും കൂടി സ്വത്ത് തർക്കത്തിൽ പുതിയ പരാതിയുമായി ACP സാന്ദ്ര തോമസിനെ കണ്ടിരുന്നു. ഇപ്പൊ എന്താ ഒരു പുതിയ കേസ്? അതാ വക്കീലിന്റെ ബുദ്ധിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവർ അപകടകാരിയാണെന്ന്. ഈ ACP സാന്ദ്ര തോമസിനെ കുറിച്ച് മൂർത്തി അന്വേഷിച്ചോ? ഞാൻ അന്വേഷിച്ചു. ഒരു തരത്തിലും ആർക്കും വഴങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല അവരെന്നാണ് കേട്ടത്. എന്നുവെച്ചാ അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്നാണോ? അങ്ങനെയാ കേട്ടത്. കോട്ടയത്തെ ഏതോ ഒരു വലിയ തറവാട്ടിലെയാ. കൈക്കൂലി മേടിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ലെന്നാ കേട്ടത്. വലിയ ബിൽഡപ്പാണല്ലോ. അത് മാത്രമല്ല മാഡം, ഇന്നുവരെ അവരെ അന്വേഷിച്ച ഒരു കേസും തെളിയിക്കപ്പെടാതിരുന്നിട്ടില്ല. സത്യസന്ധയാണ്, കർക്കശക്കാരിയാണ്. അവരെ വിലയ്ക്ക് വാങ്ങാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സമയത്ത് ഒരു ക്രിമിനൽ കേസ് വരുന്നത് നമുക്ക് ദോഷം ചെയ്യും. അഡ്വക്കേറ്റ് ആരതി ഒരു വല്ലാത്ത കളിയാ കളിക്കുന്നത്. അവരിപ്പോ ഏതാണ്ട് മുഴുവൻ സമയവും സച്ചിയുടെ വീട്ടിലാ. ആ കുടുംബമായിട്ട് നല്ല ബന്ധത്തിലാവരെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്കെതിരെ എന്ത് കളിയും ആ വക്കീല് കളിക്കും. എന്തായാലും ACP എന്നെ കാണാൻ വരും, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിപ്പിക്കും. രണ്ടായാലും ഉദ്ദേശം ഒന്ന് തന്നെയാ. മൂർത്തി, എന്താ മാഡം? ഇതൊരു നിർണായക ഘട്ടമാ. ഇവിടെ തോറ്റാ ഞാൻ പൂർണ്ണമായും തോറ്റു എന്നാണ് അർത്ഥം. എല്ലാം എനിക്ക് കൈവിട്ടു പോവും. മാഡം എന്താ പറഞ്ഞു വരുന്നത്? ഇതുവരെ ആ കേസ് നമ്മൾ വിചാരിച്ച വഴിക്കായിരുന്നു പൊക്കോണ്ടിരുന്നത്. കേസ് മാത്രമല്ല മാഡം, അവരുടെ വക്കീലും നമ്മൾ പറഞ്ഞ വഴിക്കാ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളായിട്ടും ആ കേസ് വിധി വരാതിരുന്നത്. പക്ഷെ വക്കീല് മാറിയപ്പോ കേസിന്റെ കളി മാറി. പുതിയ പരാതി വന്നു, അന്വേഷണം വന്നു. അവരുടെ റിപ്പോർട്ട് നമുക്കെതിരായ പിന്നെ അവന്തിക എല്ലാം ഉപേക്ഷിച്ച് കാവ്യ എടുത്ത് കാശിക്ക് പോയാ മതി.
അതിനെനിക്ക് മനസ്സില്ല മൂർത്തി. ഇതുവരെ ഞാൻ പിടിച്ചെടുത്തൊന്നും നഷ്ടപ്പെടുത്താൻ എനിക്ക് മനസ്സില്ല. ആർക്കൊന്നും തിരിച്ചു കൊടുക്കാനും പോകുന്നില്ല. അങ്ങനെ എന്തേലും ഒരു കോടതി വിധി ഉണ്ടായാ അന്ന് നശിപ്പിക്കും ഞാനെല്ലാം. അപ്പോ വിധി എതിരാകുമെന്നാണോ മാഡം പറഞ്ഞു വരുന്നത്? ആവരുത്. അതിനുവേണ്ടി എന്തേലും ചെയ്തേ പറ്റൂ. കയ്യിൽ 5 പൈസ ഇല്ലാതെ ഇവിടെ ഇറങ്ങി പോയതല്ലേ നീ? എന്റെ കയ്യില് പൈസ ഇല്ലായിരുന്നു എന്നുള്ള സത്യം തന്നെ. ദാ, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിന്ന് കടം വാങ്ങിയിട്ടാ ഇതെല്ലാം വാങ്ങിയ. അയ്യോ, ആ പിന്നെ നിനക്ക് പണം കടം തരാൻ വേണ്ടി കൂട്ടുകാരന്മാരിങ്ങനെ നിരന്ന് നിക്കുവാണല്ലോ. ദേ, നീ വെറുതെ കള്ളം പറയില്ലേ? ഇത് എന്റെ മോതിരം വിറ്റ കാശുകൊണ്ട് തന്നെ നീ മേടിച്ചതാ. ഞാൻ പറയുന്നത് വിശ്വസിക്കടി. മോതിരം അവിടെ എങ്ങാനും കാണും. ദാ, ഇതൊക്കെ കൊണ്ടുപോയി നീ അകത്ത് വയ്ക്കും. ഇതെല്ലാം കൊണ്ടുപോയി നീ വേറെ വല്ലയിടത്ത് കൊണ്ട് കൊടുക്ക. എന്നിട്ട് എന്റെ മോതിരം തിരിച്ചു മേടിച്ചു കൊണ്ടുത്താ. എവിടെയാ നീ അത് കൊണ്ടുപോയി വിറ്റത്? മര്യാദക്ക് നിന്നോട് സത്യം പറയാനാ പറഞ്ഞേ. ഏത് കടയിലാ മോതിരം വിറ്റത്? നിന്നോട് പറഞ്ഞാലും മനസ്സിലാവൂലേ ഞാൻ മോതിരം എടുത്തിട്ടില്ലെന്ന്? അല്ല അല്ല അല്ല, നീ തന്നെ എന്റെ മോതിരം എടുത്ത് കൊണ്ടുപോയത്. എന്നിട്ട് കള്ളും കുടിച്ചും കുറച്ച് പന്ന തുണിയും മേടിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുക.